Hello guys, welcome to Cooking Diaries. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരാനൊന്നും പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങളും കുട്ടികളൊക്കെ ഒന്ന് നല്ല സന്തോഷത്തിലാട്ടോ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു ചങ്ക് സൗദി ബ്രോ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവരുടെ ചെറിയൊരു ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഞാൻ ജോലി ചെയ്യുന്ന ബിഷയിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം യാത്രയുണ്ട് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്ക് കേട്ടോ. കുട്ടികളുടെ ബോറടി മാറ്റാൻ ഒരു ജ്യൂസും കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു. പൊന്നൊക്കെ ചെറുതായിട്ടൊന്ന് മയങ്ങി തുടങ്ങി. എൻ്റെ ഒരു സുഹൃത്തും ഇന്നത്തെ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. സൗദിയുടെ കുറച്ച് ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ ചെറിയൊരു കൃഷിയിടവും ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ കണ്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം അവരുടെ ചെറിയ മസ്റയിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിച്ച് മടങ്ങാനാണ് ഇന്നത്തെ പ്ലാന്. ഹൈവേയിൽ നിന്നും മാറി ഒരു ചെറിയ ഗ്രാമീണ റോഡിലേക്ക് പ്രവേശിച്ചു ഞങ്ങൾ. പഴക്കം ചെന്നതും പൊളിഞ്ഞു വീണതുമായ ഒരുപാട് കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നമുക്ക് ഈ വഴിയിൽ കാണാമായിരുന്നു. ഒരല്പം കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് വഴിയരികിൽ ഒട്ടകങ്ങൾ മേയുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ടത്. ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ ഏകദേശം നമ്മുടെ സുഹൃത്തയച്ച ലൊക്കേഷൻ എത്താറായി. يلا عبد الرحمن سعد كيف الحال؟ ما في روم مدرسة؟ ما في مدرسة. إجازة؟ إيش في هنا؟ هذا درس على طول. أنا ما بيجي والله يأكل بناتك. പ്രതീക്ഷിച്ച പോലെ നമ്മുടെ ചങ്ക് ബ്രോ മുഹമ്മദ് ഫഹദിനെ മീറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടം ഉണ്ട് ഇവിടെ. അത് കാണാനാണ് അദ്ദേഹം ഞങ്ങളെ ആദ്യം ക്ഷണിച്ചത്. قريب البيت هذا البيت هذا مسجد انا رحت هناك لا هذا مسجد انا يجي من هناك انا تعرف كيف تجي من هناك لكن اشوف اخش يمين على طول حكون مسجد هذا مسجد انت تقول ها جنبه قدام على طول باب احمر كبير അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഒരു മസ്റയാണ്, ഒരു കൃഷിസ്ഥലം. അവിടേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്.
السلام عليكم. السلام ورحمة الله. أهبول. الله يبقيك أبو محمد. طيب كيف حالك؟ أخبارك طيب؟ هذه المزرعة. هذه المزرعة ما شاء الله تبارك الله. بنتك تاكل ذرة؟ ما سوينا. كلها ذرة. يبغى فلفل؟ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരുപാട് നല്ല കാഴ്ചകളാണ് ഞങ്ങൾ അവിടെ കണ്ടത് കേട്ടോ. تحت برضه يجي ولا بس فوق هذا؟ بصل؟ هذا فوق بس صح؟ ما في تحت. لا في تحت صغير صغير بس ما يجي كبير مرة. شوف كذا شوف. خلاص لا دقيقة عيد. هذا إن شاء الله باقي راح أسبوعنا أطلع كله. هذا ما يجي كبير. صغير ها؟ إيش صغير؟ سلطة بس هذا. ये सलाद के लिए बस. ما شاء الله. هذا بصل. هذا بصل بلدي. بس الأبو هذا. اكل هذا برضه صح؟ اي هكر هاي. खाने हम लोग गोश्त का फ्राई जैसे सुकुटी बनाता है ना उसमें डालता है. لا أنا شفته من أصلا من هناك. ايوه. هذا هناك في إيش يقول هذا أرض كويس. كويس. دقيقة ولد خليه يجيب. هذا كله انتهى. اي هذا كله. في واحد استراد هذا موجود. لسه ما في شيء شغل صح؟ شوية لا عشان كله شغل هنا كله. ما شاء الله ما شاء الله. نونو. نبيل ما هذا كمبان كمبم. വളരെ ചെറിയൊരു കൃഷിയിടാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ജോലി കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഹോബി ഈ കൃഷിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെണ്ടക്ക, മുളക്, കമ്പം വെറൈറ്റികളാണ്. ഊട്ടിയോ? അടിപൊളി. طماطم. هذا طماطم يا ولد طبيعي اصلي. لا هذا ليمون. هذا واحد مرة في السنة يطلع اثنين مرة طلع ليمون. لكن هذا واحد شهر ما طلع. هذا الشيخ محمد أبو فهد. الله يحييك. كيف الحال؟ تمام لله الحمد. ما شاء الله تبارك الرحمن. شوف فلفل هندي أصلي. നമ്മുടെ നാട്ടിലെ കമ്പം എന്നറിയപ്പെടുന്ന കോൺ കൃഷി, ഉള്ളി, കിഴങ്ങ്, തക്കാളി, പലതരം മുളകുകൾ, മൾബറി, ഓറഞ്ച്, മല്ലിയില, പുതിന, സ്പ്രിംഗ് ഒനിയൻ, വെണ്ട, സൗദികളുടെയൊക്കെ ഫേവറേറ്റായ ജർജീർ, ഈന്തപ്പന തുടങ്ങി ഒരുപാട് വെറൈറ്റികൾ അടങ്ങിയ ഒരു ചെറിയൊരു കൃഷിത്തോട്ടം.
എടുത്തോ തക്കാളി എടുത്തു തക്കാളി എടുത്ത് മുളക് തക്കാളി ഉണ്ട് മുളകുണ്ട് അല്ലേ കൃഷിയിടത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാൻ നേരം ഒരു കീസിൽ അദ്ദേഹം അന്ന് വിളവെടുത്ത കുറേ സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വം കൈമാറി. ഇൻഷാല്ലാ التوت اسمه باقي ما تضبط صورة. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ അല്പം കൃഷിയുമായി ബന്ധമുള്ളവരാണെന്നാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ما في كماوي ما في هذا حاجة كبير يجي. هذا يجي صوصة خبصة صح؟ ايوه هذا جسمه حلبة. حلبة ايه ما بيقول حلبة يمني ولا سعودي. هذا هو هذا نسميه حنا. ഭക്ഷണത്തിൻ്റെ കൂടെ സലാഡിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു തരം ചെടിയാണിത്. ايش ذا؟ ايش هذا؟ انت بعيد معلوم كله. هذا بطاطس؟ ايوه ما في قبيلة شوية واحد. هذا قديم. لا ما في قديم هذا جديد. بطاطس هذا يجي زيادة. ايه يعني شوف دقيقة طبيعي يا ولد طبيعي اصلي بطاطس ابو فهد بس يبغى غسيل وكذا خلاص. بس خليها ثاني سنة يجي هذا ثمر ولا بعد كم سنة هذا؟ علمك الزراعة عادي. الله 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 يوم 3 يوم بدنا نسوي كذا عشان يجي كويس. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഇവരുടെ തന്നെ ഒരു ആട് ഫാം ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ആട്ടിൻ കാഷ്ടമാണ് ഇവിടുത്തെ പ്രധാന വളമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. انا اركب بعدين 2 مرة شرب مويه بعدين اسوي كذا فوق. كل متى كل لا كل بعد 6 شهور 7 شهور اركب مرات. بعدين يجي هذا يجي كويس. حق غنم حق غنم حق بقر حق حمام حق دجاج لكن افضل شيء حق غنم بقر مخلوط ما في مشكله. كله لا هذا من برا هنا لا هنا مكان هذا. اوكي يلا عشان البط. شكرا جزيلا يا ابو فهد الله يبارك فيك. الله يجزاك خير. جزاك الله. جديد هو صح؟ إيه.
നമ്മളെ അറാക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുള്ള അറാക്ക്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പലതരം കാഴ്ചകൾ കണ്ടും അനുഭവിച്ചും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തോട് താൽക്കാലികമായി വിട ചൊല്ലി. കൃഷിയിടത്തിലെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒട്ടക ഫാമിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. മരുഭൂമിയിലൂടെ ഓഫ് റോഡ് മൂഡിൽ ഒരു മനോഹരമായ യാത്ര. കുറച്ച് ദൂരം പിന്നിട്ട മരുഭൂമി യാത്രയിൽ ഞങ്ങൾ ചെന്നെത്തിയത് അദ്ദേഹത്തിൻ്റെ ഒട്ടക ഫാമിലേക്കാണ്. വളരെ മനോഹരമായ കാഴ്ച. എത്ര തന്നെ കണ്ടാലും കാണുമ്പോഴെല്ലാം ഒരൽപ്പം കൗതുകത്തോടെ മാത്രം നോക്കിക്കാണുന്ന മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന സൃഷ്ടിപ്പിൽ തന്നെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സാക്ഷാൽ ഒട്ടകം. പൊന്നു ആദ്യമായിട്ടാണ് ഒട്ടകത്തെ ഇത്ര അടുത്ത് കാണുന്നതും ഒട്ടകത്തെ തൊടുന്നതെല്ലാം. ഗർഭിണികളായ 3 ഒട്ടകങ്ങൾ, അവരുടെ കുട്ടികൾ, 2 മെയിലും അടങ്ങുന്ന ഒരു ചെറിയ ഫാം. കണ്ടാലും കൊതി തീരാത്ത ഒട്ടകത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചെറിയ ആട് ഫാമുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവരുടെ തന്നെ ഒരു ലോക്കൽ റെസിപ്പിയിലുള്ള ഒരു കുഴിമന്തിയാണ് ഇന്നത്തെ പ്ലാൻ. ഞങ്ങളെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലെ ജീവനക്കാരനോട് ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമായ കനൽ തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. സുഡാനിൽ നിന്നുള്ള
ഇദ്ദേഹമാണ് ഈ ഫാമിലെ ജീവനക്കാരൻ. ഇവരുടേതായ ശൈലിയിലുള്ള ഒരു കുഴിമന്തിയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കുഴിമന്തി തയ്യാറാക്കാൻ ആവശ്യമായ കനൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നിന്നും കിട്ടുന്ന കുറേ വിറക് കഷ്ണങ്ങളൊക്കെ കത്തിച്ച് കനലാക്കി എടുക്കണം. അപ്പോൾ കനൽ തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെറിയ ആട് ഫാമൊക്കെ ഒന്ന് കണ്ടുവരാം. ആട് ഫാമിൻ്റെ കാവലിനായി 2 പട്ടികളെ വളർത്തുന്നുണ്ട് അദ്ദേഹം. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഒരുപാട് ആടുകളടങ്ങുന്ന ഒരു ഫാം. ഫാമിലെ ആടുകൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ലാണ് ഈ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണിവ. ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് അവയുടെ വിപണനമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന്. ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഈ ഫാമിലെ ജീവനക്കാരൻ ഈ ആടുകളുമായി തൊട്ടടുത്തുള്ള മരുഭൂമിയിലെ തന്നെ അല്പം പച്ചപ്പൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് ആടിനെ മേയ്ക്കാനായി പോകും. രാത്രിയോടുകൂടി അവയെ തിരിച്ച് ഫാമിലെത്തിക്കുകയും ചെയ്യും. ആടുകളെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫാമിൽ നാടൻ കോഴികളെയും വളർത്തുന്നുണ്ട്. കോഴിയുണ്ടോ? هذا كله بيبي موجودة؟ جبته كذا من الطائف؟ جبته كذا ولا ايش؟ ബലിപെരുന്നാൾ സീസണാണ് ഇവിടുത്തെ ആടുമാടുകളുടെ പ്രധാന വിപണന സീസൺ. جبته كذا؟ هاي 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 കനലിനാവശ്യമായ വിറക് നന്നായിട്ട് കത്തിത്തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫാമിൽ തന്നെയുള്ള ഒരു ചെറിയ ടെൻറ്റ്, ഹൈമ എന്നാണ് അവർ വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ചങ്ക് ബ്രോ മുഹമ്മദ് ഫഹദ്. വളരെ കാലത്തെ പരിചയമുണ്ട്. ഒരുപാട് കാലം, ഒരു 10 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വളരെ കാലമായിട്ട് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ മസ്റ കാഴ്ചകളും കാണാനും അതുപോലെ തന്നെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് കാലമായിട്ട് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് ഇപ്പോൾ അതിന് സൗകര്യപ്പെട്ടത്. ഇദ്ദേഹം ഒരു നല്ല കുക്കും കൂടിയാണ് കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മസ്റയിൽ വന്ന് നമ്മളിവിടെ നിന്ന് ഫുഡ് മന്തി പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞു. നമ്മൾ അതിനുള്ള കനൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി മസാല പരിപാടികളൊക്കെ ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ മന്തിക്ക് ആവശ്യമായ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല അദ്ദേഹം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്ത, അവരുടേതായ ശൈലിയിൽ പ്രിപ്പയർ ചെയ്ത
ഒരു മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കളറ്, കുറച്ച് ലെമൺ, ഇത് മാത്രമാണ് അദ്ദേഹം ചേർക്കുന്നത്. പിഴിഞ്ഞെടുത്ത നാരങ്ങ നീരും അല്പം കളറും അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം വീട്ടിൽ തയ്യാറാക്കിയ മസാലപ്പൊടിയും പാകത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല അദ്ദേഹം തയ്യാറാക്കി. ഫുൾ ചിക്കനാണ് നമ്മളെടുത്തത്. നമ്മുടെ മസാല വെച്ച് ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അരി കഴുകുന്നതിനൊക്കെയാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. മരുഭൂമിയിൽ വെള്ളം സൂക്ഷിക്കുന്ന ഒരു കണ്ടെയ്നറാണിത്. ടാങ്കർ ലോറിയിലെത്തുന്ന വെള്ളം ഇതിൽ ശേഖരിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമായ കനൽ ഏകദേശമൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും റൈസും ഒരു പ്രത്യേക സംവിധാനത്തിൽ ഈ കുഴിയിലേക്ക് മാറ്റണം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു പ്രത്യേക സംവിധാനത്തിന് മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിലേക്ക് മാറ്റുകയാണ്. ചിക്കനെ ആ സംവിധാനത്തിൽ വളരെ സെറ്റപ്പായി വെച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച റൈസ് എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റണം. വെള്ളത്തിലിട്ട് നന്നായി കുതിർന്ന അരിയെടുത്ത് ആ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപയോഗിച്ച മസാലപ്പൊടിയും കൂടെ പാകത്തിന് ഉപ്പും ചേർത്ത് ശേഷം കുറച്ച് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ബട്ടർ ചേർത്തതിന് ശേഷം ഇത് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി. നേരെ കുഴിമന്തിക്ക് തയ്യാറാക്കിയെടുത്ത് നമ്മുടെ അടുപ്പിലേക്ക്
കനലൊക്കെ റെഡിയായ നമ്മുടെ കുഴിമന്തിയുടെ അടുപ്പിലേക്ക് ആദ്യം തന്നെ നമ്മുടെ റൈസിൻ്റെ പാത്രം ഇറക്കി വെച്ചു. അതിന് തൊട്ട് മുകളിലായി നമ്മുടെ പ്രത്യേക സംവിധാനത്തിൽ ചിക്കനും അതിലേക്ക് ഇറക്കി വെച്ചു. ശേഷം ഈ കുഴിയുടെ അടപ്പെടുത്തിട്ട് നല്ല രീതിയിൽ അടച്ചു വെച്ചു. എയറൊന്നും പുറത്തു പോകാത്ത വിധത്തിൽ ഒരു പ്രത്യേക സംവിധാനത്തിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തു. ശേഷം 2 ചാക്കുകൾ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് വളരെ വൃത്തിയായിട്ട് വിരിച്ചു. അതിന് മുകളിലേക്ക് നേരത്തെ അവിടെ നിന്നും മാറ്റി വെച്ച മണ്ണെടുത്തിട്ട് ആ കുഴി നന്നായിട്ട് മൂടി. ഒരു 45 മിനിറ്റ് ശേഷം ഏകദേശം നമ്മുടെ കുഴിമന്തി റെഡിയായിട്ടുണ്ട് എന്നാണ് നമ്മുടെ ചങ്ക് ബ്രോ പറയുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മാഷല്ലാ, നമ്മൾ ഉദ്ദേശിച്ചതിലേറെ വളരെ ഉഷാറായിട്ട് നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് തുറന്നപ്പോൾ നല്ലൊരു ഫ്ലേവറും മാഷല്ലാ. അപ്പോൾ നമ്മുടെ ചിക്കൻ ആദ്യം പുറത്തെടുത്തു. അതിനുശേഷം നമ്മുടെ റൈസും മാഷല്ലാ ഒരു രക്ഷയില്ല കേട്ടോ, പൊളി വൈബാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് എടുത്ത് നേരെ നമ്മുടെ ടെൻറ്റിലേക്ക് വിട്ടു. റൈസും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, പൊളി വൈബ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് തിരിച്ചു പോന്നു.
No, والله bravo. مشانا لا هذا يقدر كيف يلا يقدر باي ما شاء الله تبارك. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.